ഇവിടെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത മനുഷ്യരെ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ എന്നുള്ളത് കൂടിയാണ്. അതായത് അതിദരിദ്രാവസ്ഥയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾക്ക് സകല ആനുകൂല്യങ്ങളും നിഷേധിച്ചാണ് സർക്കാരിൻ്റെ ഈ മുഖമിനുക്കൽ എന്നുള്ളതാണ്. കൊച്ചി നഗരസഭയിലെ 438 കുടുംബങ്ങളെ അതിദരിദ്രമുക്തരായി പ്രഖ്യാപിച്ച LDF ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ തന്നെയുണ്ട് സർക്കാരിൻ്റെ വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന നേർസാക്ഷ്യങ്ങൾ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, ഈ അതിദരിദ്ര കേരളം പ്രഖ്യാപനം ഇന്ന് വരാനിരിക്കുമ്പോൾ ഇതിൽ പതിയിരിക്കുന്ന ചില അപകടങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ മുഖം മിനുക്കൽ ഇത്തരത്തിൽ നടത്തുമ്പോൾ നഷ്ടമാകുന്ന ആനുകൂല്യങ്ങളുടെ ഒരു വലിയ കണക്ക് തന്നെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 30-ാം തീയതി നിയമസഭാ രേഖകളിൽ തന്നെയുള്ളതാണ് അന്ത്യോദയ അന്ന യോജന പ്രകാരം എത്ര ആൾക്കാരാണ്, കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ തന്നെ പറഞ്ഞതാണ് അത് 5,91,194 പേരാണെന്നുള്ളത്. ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കുമാണ് പറയുന്നത് ഈ അതിദരിദ്രരെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ നിലവിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ മറ്റൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കൂടിയല്ലേ നയിക്കുന്നത്? അതോടൊപ്പം ജിജീഷിന് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയും, ഇതെല്ലാം വെറും മുഖം മിനുക്കലാണ്, യഥാർത്ഥ വസ്തുതകൾ അവിടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെയുണ്ട് നമ്മുടെ മുന്നിൽ എന്നുള്ളത്. തീർച്ചയായും നമുക്കൊരു നേർസാക്ഷ്യം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയാണ് ആ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത്. കാരണം സർക്കാർ എത്രമാത്രം ജിമ്മിക്കുകളാണ് അല്ലെങ്കിൽ പുറമോടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വന്നത്. കൊച്ചി കോർപ്പറേഷൻ കൂടി ഇത്തരത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് തിരഞ്ഞു പോയ നമുക്ക് മുന്നിലാണ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടത്. അവരുടെ എല്ലാം അന്നം മുട്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തിട്ടുള്ളത്. കാരണം സാധാരണ നിലയിൽ അവർ അതിദരിദ്ര പട്ടികയ്ക്ക് പുറത്താണ്, അല്ലെ അതിദരിദ്രരായി തന്നെ നിൽക്കുകയാണ് എങ്കിൽ നിരവധി ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു. ഒരു നേരത്തെ അന്നത്തിനുള്ള വകയെങ്കിലും അവർക്ക് സർക്കാർ തലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നിമിഷം സർക്കാർ ഒരു മാജിക് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും അല്ലാതായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം മാറുന്നു എന്ന പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു. അങ്ങനെ പ്രമുഖരെ അടക്കം വിളിച്ചു വരുത്തി ആ ഒരു വലിയ നുണപ്രഖ്യാപനത്തിന്റെ വലിയ ഒരു വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കാഴ്ചകൾ നമുക്ക് മുന്നിലുള്ളത്. അവർ നമ്മളോട് പറഞ്ഞത്, ഞങ്ങൾ ജീവിക്കുന്നത് വളരെ മോശം സാഹചര്യത്തിലാണ്, ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. കാരണം കൊച്ചി നഗരസഭയിലെ ഒരു വീട്ടിലാണ്, മട്ടാഞ്ചേരിയിലെ അമരാവതിയിലെ ഒരു വീട്ടിലാണ് ഈ ഒരു സ്ഥിതിവിശേഷം കാണാൻ കഴിഞ്ഞത്. അവിടെ പ്രായമായ ഒരു അമ്മ, അവർ കിടക്കയിൽ തന്നെയാണുള്ളത്, അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുന്ന സ്ഥിതിയല്ല. 2 പെൺമക്കളാണ് ആ വീട്ടിലുള്ളത്. അതിലൊരു മകൾക്ക് കാലിന് ഗുരുതരമായ അസുഖം വന്നതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് അവർക്ക് പുറത്തേക്ക് പോകാൻ പോലും കഴിയാതെ എഴഞ്ഞു മാത്രം നീങ്ങുന്ന മറ്റൊരു സ്ത്രീ ആ വീട്ടിലുണ്ട്. ഒപ്പം തന്നെ 2 പേരാണ് ഉള്ളത്. ഒരാൾ പുറത്തുപോയി ചില ജോലികളെല്ലാം ചെയ്തത് കൊണ്ട് മാത്രമാണ് കുടുംബം അങ്ങനെയെങ്കിലും പോറ്റാൻ കഴിയുന്നത്. മാത്രമല്ല, സ്വന്തമായ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. സർക്കാർ പറയുന്നത് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നൽകിയതിനു ശേഷമാണ് തങ്ങൾ ഇത് പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പോലും ദുരവസ്ഥ എത്രമാത്രമാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അങ്ങനെയുള്ള അവസ്ഥയിൽ വീടില്ലാതെ ഒരു സ്ഥലത്ത് തുടക്കത്തിൽ ചിലർ സഹായിച്ച പണം അവിടെ അഡ്വാൻസായി നൽകിക്കൊണ്ട് കാലങ്ങളോളം കഴിയുന്നു. ആ വീട് പോലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലുള്ള ഒരു വീട്, അവിടെ താമസിക്കുന്ന ആളുകളെയാണ്. ജിജീഷ്, അതെ, ഇത്തരം നിരവധി കാഴ്ചകൾ നമ്മൾ നമ്മുടെ എല്ലാ ലേഖകരോടും പറയുകയാണ്. ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണം. യാഥാർത്ഥ്യം കണ്ടിട്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിന് മുന്നിൽ കൊണ്ടുവരണം. നമുക്ക് ഇത്തരം കാഴ്ചകൾ, ഇത്തരം വാർത്തകൾ, ഈ പ്രഖ്യാപനത്തെ പൊളിച്ചടുക്കുന്ന വാർത്തകൾ ഒരു സർക്കാരിൻ്റെ നല്ല പ്രവൃത്തിയെ പൊളിച്ചടുക്കാനല്ല വന്നിരിക്കുന്നത്. പക്ഷെ വ്യാജ പ്രഖ്യാപനം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള നീക്കം പൊളിച്ചടുക്കുന്ന വാർത്തകൾ തുടരെയുണ്ടാകും.